കേരളത്തിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ എന്താണ് RSSനും BJPക്കും ഇത്ര എതിർപ്പ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് വലിയ പ്രതിമ സ്ഥാപിക്കുന്നു. അതിനുശേഷം സർദാർ വല്ലഭായ് പട്ടേലിനെ BJPയുടെ ഒരു പ്രതിരൂപമാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ RSSനെ ഇന്ത്യയിൽ നിരോധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പദ്ധതിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിരിക്കുന്നതല്ല, ഇത് മറ്റൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കും എന്താണ് സംഭവമെന്ന്. നമസ്കാരം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് കേന്ദ്രം കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് VPGRA പദ്ധതി. ഈ ബില്ല് എങ്ങനെയാണ് കേരളത്തിനെ ബാധിക്കുക? കേരളത്തിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ എന്താണ് RSSനും BJPക്കും ഇത്ര എതിർപ്പ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. മഹാത്മാഗാന്ധി ഇവർ ഭയപ്പെടുന്നു, ജവഹർലാൽ നെഹ്റുവിനെ ഇവർ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് വലിയ പ്രതിമ സ്ഥാപിക്കുന്നു. അതിനുശേഷം സർദാർ വല്ലഭായ് പട്ടേലിനെ BJPയുടെ ഒരു പ്രതിരൂപമാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ RSSനെ ഇന്ത്യയിൽ നിരോധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ RSSനെ നിരോധിച്ചത്. ആ RSSനെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ടിയിട്ട് വലിയ സ്മാരകങ്ങൾ പണിയുകയും വലിയ പ്രതിമകൾ പണിയുകയും, എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെയും മഹാത്മാഗാന്ധിയുടെയും പേര് കേട്ട് കഴിഞ്ഞാൽ എന്തോ വളരെ വലിയൊരു അസ്വസ്ഥത ഉണ്ടാകുന്ന രീതിയിലേക്കും BJP രാഷ്ട്രീയം എന്തുകൊണ്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതിലൂടെ ഇപ്പൊ കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്, ഇതൊരു പുതിയ പദ്ധതിയാണ്. ഈ പുതിയ പദ്ധതി വരുന്നതോടുകൂടി പഴയ പദ്ധതി നോർമലി ഇല്ലാതാകും. ഇതെന്തുവാണ് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളൊക്കെ ഇത് വിശ്വസിക്കും. ഇത് മറ്റൊരു പദ്ധതിയാണ്, അതുകൊണ്ട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിരിക്കുന്നതല്ല, ഇത് മറ്റൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കും എന്താണ് സംഭവമെന്ന്. പിന്നെ ഇതിനകത്ത് കേരളത്തെ ബാധിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിസുപ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇനിയിപ്പോൾ കേരളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് 40% വർദ്ധിക്കുകയാണ്. നേരത്തെ 10 മുതൽ 25% വരെയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഇപ്പോൾ അത് 40% ഉയരുമ്പോൾ വളരെ വലിയൊരു അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന്റെ തലയിൽ ഉണ്ടാവുകയാണ്. ഇതൊരു കേന്ദ്ര പദ്ധതിയാണ്. ഈ കേന്ദ്ര പദ്ധതികൾക്കെല്ലാം ഈ ഒരു 60-40 റേഷ്യോയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഒരു സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടതും ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുള്ളതാണ്. അതാണ് ഒരു ഫെഡറൽ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് പോകുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു വലിയൊരു കുടുക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർഷിക വിളവെടുപ്പുകളുടെ ഒക്കെ സമയമുണ്ട്. ഈ വിളവെടുപ്പുകളുടെ ഒക്കെ സമയത്ത് സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ ഇപ്പം നെല്ല് കൊയ്യാൻ ഉൾപ്പെടെ ഏലം പറിക്കാൻ ഉൾപ്പെടെ ഉള്ള സമയങ്ങളിലൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകളെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇനി അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, ഗ്രാമീണ മേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മിനിമം ഒരു വർഷം 100ഓളം പ്രവൃത്തി ദിവസങ്ങൾ അത് ജോലി ചെയ്യുവാനുള്ള അവകാശം അവർക്ക് ലഭിക്കുന്നുണ്ട്. പുതിയ നിയമപ്രകാരം അത് 125 ദിവസത്തെ മാക്കിയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 125 ദിവസമാക്കി വർദ്ധിപ്പിക്കുമ്പോഴും ഈ 40% ഒരു വലിയ കടബാധ്യത സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്കാണ് വരുന്നത്. കേന്ദ്ര സർക്കാർ പറയുമ്പോഴെന്താണ് 125 പ്രവൃത്തി ദിവസങ്ങളായിട്ട് തങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു 40% എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് താങ്ങുന്നതിനൊക്കെ അപ്പുറത്താണ്. അത് കൂടാതെ തന്നെ ഇത് 15 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കണം. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണ്. അവരുടെ ഒരു വിഹിതം ഈ 15 ദിവസത്തിനുള്ളിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത വേണ്ടേ. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള പല കേന്ദ്ര പദ്ധതികളുടെയും വിഹിതം ഇപ്പോഴും ലഭിക്കാതിരിക്കുന്ന ഒരു സർക്കാരാണ് കേരള സർക്കാർ എന്ന് പറയുന്നത്. കാരണം PM-ശ്രീ പദ്ധതിയിൽ തന്നെ V ശിവൻകുട്ടി പോയി ഒപ്പിട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ വിഹിതം വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടാനുള്ള മറ്റ് പല വകകളിൽ കിട്ടാനുള്ള പണം കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് പോയി PM-ശ്രീയിൽ ഒപ്പിട്ടത്. അതൊക്കെ വലിയ വിവാദമായത് നമ്മുടെ കൺമുമ്പിലുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ചില ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന എന്നാൽ പട്ടണം
നഗരത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചില പഞ്ചായത്തുകളുണ്ട്, അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളുണ്ട്. ഇവിടങ്ങളിലൊന്നും ഇനി തൊഴിലുറപ്പ് പദ്ധതി ലഭ്യമാകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗ്രാമങ്ങളെ നിർവചിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൻ്റെ ഒരു അധികാരം സംസ്ഥാന സർക്കാരിൻ്റെ കൈകളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ ഒരു VBG റാം പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി VBG റാം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിൽ അവതരിപ്പിക്കുന്ന സമയത്തിന് കേരളത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഈ 125 ദിവസത്തെ പ്രവൃത്തി ദിനം, അല്ലെങ്കിൽ ഇത്രയും ദിവസം കണ്ടെത്തി തൊഴിൽ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബംഗാളികളും അതോടൊപ്പം തന്നെ മറ്റു ഒരുപാട് ആളുകളുള്ള സമയത്ത് ഇപ്പം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കകത്ത് എന്താണ് കേന്ദ്ര സർക്കാർ അന്ന് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലുള്ള പട്ടിണി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള പല ആളുകൾക്കും അവരുടെ കുടുംബങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ചെറിയ രീതിയിലൊരു വരുമാനം കണ്ടെത്തത്തക്ക രീതിയിലുള്ള ഒരു ജോലി അത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. ഇതിന് വലിയൊരു വരുമാന മാർഗമൊന്നും ഇല്ല, വലിയൊരു തൊഴിൽ കൂലിയൊന്നും ഇതിന് കൊടുക്കുന്നില്ല. പിള്ളത്തേലാണേലും കൂലി വർധനയുടെ കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴും ഇതിന്റെ ഒക്കെ ബാധ്യത ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് മേലെ പണിഷ്മെന്റ് എന്നുള്ള രീതിയല്ലേ? സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ട്, അതായത് ഇപ്പൊ മഹാത്മാഗാന്ധി, അതിനെ നമുക്ക് നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് തന്നെ മാറ്റിയിരിക്കുന്നതാണ് ഇവിടെ. കാരണം മറ്റൊരു പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന സമയത്തും ഇത് ഒരു വളരെ തെറ്റായ ഒരു സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ഇവർ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ ഭയക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനോടത്തും RSSന് യാതൊരുവിധ പങ്കുമില്ല. അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് RSS ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് എന്ന് വരും തലമുറയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങളാണ് ഇപ്പോൾ ഈ RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ രീതിയിലുള്ള VBG റാം പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയൊരു പദ്ധതി, അതായത് പഴയ വീഞ്ഞ ഒരു പുതിയ കുപ്പിയിൽ ഒഴിച്ചു തരുന്ന ഒരു അവസ്ഥ, അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് കൂടുതലായിട്ടും ബാധ്യത മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വെക്കുന്നൊരവസ്ഥ. GST ഉൾപ്പെടെയുള്ള വരുമാന സ്രോതസ്സുകൾ മുഴുവൻ കേന്ദ്രം കളക്ട് ചെയ്യുകയും എന്നാൽ അതിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പ്രതിഷേധം ഉയർന്നു വരേണ്ട ഒരു സംഭവം തന്നെയാണ്. ഓരോ ദിവസവും പല പല ട്രിക്കുകളിലൂടെ ഇവർ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾക്ക് മേൽ കടന്നു കയറുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ട ഒരു സമയമാണിത്. ഇതിന്റെ ഒരു മറ്റൊരു വശം എനിക്ക് തോന്നിയൊരു സംശയമാണ്. അപ്പോൾ ഇത് തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്ക് കേൾക്കുമ്പോൾ 100 പണി എന്നുള്ളത് 125 പണിയാക്കി കിട്ടുമ്പോൾ അവർ വിചാരിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഇത് 100 പണി എന്നുള്ളത് 125 പണിയായി കിട്ടുന്നു, അതിന്റെ കൂട്ടത്തിൽ കൂലി വർദ്ധിപ്പിച്ചു തരുന്നു. പക്ഷെ ഇതിന്റെ ബാക്കി സാങ്കേതിക വശങ്ങൾ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആരാണ് പിന്നെ പദ്ധതി മാറ്റി പേര് മാറ്റിയാൽ എന്താ, പദ്ധതി പിന്നെ പുതിയ രീതിയിലാവുന്നു, 125 ഇതാവുന്നു. അങ്ങനെ നോക്കുമ്പോൾ ക്രെഡിറ്റ് മുഴുവൻ വരുന്നത് കേന്ദ്രത്തിനും അതിന്റെ നെഗറ്റീവ് സൈഡ് മുഴുവൻ വരുന്നത് സംസ്ഥാനങ്ങൾക്കുമായി പോകുന്നില്ലേ? പ്രാഥമിക തലത്തിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, ആളുകൾക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും, കൂടുതൽ കിട്ടും. പക്ഷേ ഗ്രാമങ്ങളെ നിർവചിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമങ്ങളെ പ്രഖ്യാപിക്കാനായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ ഏതൊക്കെ ഗ്രാമങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള മാനദണ്ഡം എന്താണ് എന്ന് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അത് ഈ ബില്ലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇത് നേരത്തെ ബില്ല് പൊതുസമൂഹത്തിനിടയിലേക്കൊന്നും വിട്ടിട്ടില്ല, ഇത് ചർച്ചയാക്കിയിട്ടുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ ഗ്രാമങ്ങളെ നിർവചിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കുന്ന സമയത്ത് ഏതൊക്കെ ഗ്രാമങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടും എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പല പല ഗ്രാമങ്ങളും പല പല പേരുകൾ പറഞ്ഞ് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രാമങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന വളരെ അതിഭീകരമായ ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അന്ന് ഈ പറയുന്ന 100-125 ദിവസം പ്രവൃത്തി ദിനമായി അല്ലെങ്കിൽ കൂലി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് ആഹ്ലാദിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ മറ്റൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് ലക്ഷക്കണക്കിന് ഇപ്പോൾ തൊഴിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴിയായിട്ട് തൊഴിലില്ലാത്തൊരു ഗതികേടുണ്ടാവും. അതാണ് കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഒന്ന്, ഗ്രാമങ്ങളെ നിർവചിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്ക് എത്തുന്നതോടുകൂടി അവരത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രാമങ്ങളെ നിശ്ചയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, 40% എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ വിഹിതം, അത് വളരെ വലിയ ഒരു സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മുടെ ചരിത്രം,
നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് BJPയും RSSും നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ട് VBG റാം പദ്ധതി എന്നാക്കി മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടത് തന്നെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം.